നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സ്തംഭനത്തിന്റെ ദേവതയാണ് ബഗലാമുഖി. ദശമഹാവിദ്യകളിലെ 8ാമത്തെ ദേവത. ശത്രുനാശം, വ്യവഹാര വിജയം, വാക്ചാതുര്യം എന്നിവയ്ക്കായി ബഗലാമുഖിയെ ആരാധിക്കാം. മഞ്ഞ വസ്ത്രവും മഞ്ഞ പൂക്കളുമാണ് ദേവിക്ക് പ്രിയം. പാമ്പിന്റെ ഇഴച്ചിൽ പോലെ ഇഴഞ്ഞ താളമുള്ള ഒരു വൃത്തമാണ് ഭുജംഗപ്രയാതം. സ്തോത്രങ്ങൾ രചിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വൃത്തമാണിത്. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. അടിമലരിന തന്നെ, അടിമലരിന തന്നെ കൃഷ്ണ, അടിമലരിന തന്നെ കൃഷ്ണ, അടിയനൊരവലംബം ശ്രീകൃഷ്ണ, അടിമലരിന തന്നെ കൃഷ്ണ, അടിയനൊരവലംബം ശ്രീകൃഷ്ണ, അടിമലരിന തന്നെ. അറിയരുതടിയനു ഗുണവും ദോഷവും, അറിയരുതടിയനു ഗുണവും ദോഷവും, അരുളുക ശുഭമാർഗം കൃഷ്ണ, അരുളുക ശുഭമാർഗം ശ്രീകൃഷ്ണ, അടിമലരിന തന്നെ കൃഷ്ണ, അടിയനൊരവലംബം ശ്രീകൃഷ്ണ, അടിമലരിന തന്നെ. പരമദയാംബുനിധേ കൃഷ്ണ, പരമദയാംബുനിധേ കൃഷ്ണ, പാലിക്കേണം കൃഷ്ണ, തിരുവുടലതിനുടെ വടിവെപ്പോഴും, തിരുവുടലതിനുടെ വടിവെപ്പോഴും എന്നുടെ ചിത്തേ തോന്നിക്കേണം, അടിമലരിന തന്നെ കൃഷ്ണ, അടിയനൊരവലംബം ശ്രീകൃഷ്ണ, അടിമലരിന തന്നെ. സരസ്വതിയുടെ അനുഗ്രഹം അളവില്ലാതെ സിദ്ധിച്ച സന്യാസിയാണ് ശങ്കരാചാര്യർ. എന്നാൽ ഒറ്റ പ്രാർത്ഥനയിലൂടെ ലക്ഷ്മിയെ പ്രീതിപ്പെടുത്തി സ്വർണ്ണ നെല്ലിക്ക പൊഴിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് തനിക്ക് വേണ്ടിയായിരുന്നില്ല, പാവപ്പെട്ട ഒരു വൃദ്ധമാതാവിന് വേണ്ടിയായിരുന്നു. കേൾക്കാം സ്വർണ്ണ നെല്ലിക്കയുടെ കഥ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നൈമിഷാരണ്യത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പൊന്നിൻ ചിങ്ങമാസമാണ്, ഐശ്വര്യത്തിൻ്റെ നാളുകളാണ്. എല്ലാവരും സമൃദ്ധിയിലും സമ്പത്തിലൊക്കെ സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു പൊന്നിൻ ചിങ്ങമാസത്തിൽ നമ്മൾ ഇന്ന് നൈമിഷാരണ്യത്തിൽ ചർച്ച ചെയ്യുന്ന കഥ പൊന്നിൻ്റെ നെല്ലിക്കകളുടെ കഥയാണ്, സ്വർണ്ണ നെല്ലിക്കകളുടെ കഥ. ഇത് സാക്ഷാൽ ശങ്കര ഭഗവത്പാദരുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ആ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആചാര്യനെ ഒന്ന് നമസ്കരിക്കാം. ശങ്കര ഭഗവത്പാദർ എന്ന് വിളിക്കപ്പെടുന്ന ആ മഹാത്മാവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് സനാതനധർമ്മം ഇത്രയധികം ശോഭയോടുകൂടി ഭാരതത്തിലുടനീളം പ്രചാരത്തിലുള്ളത്. ഷഡ്മതങ്ങളിൽ നിന്ന് സനാതനധർമ്മത്തിലേക്ക് അദ്വൈതത്തിൻ്റെ സിദ്ധാന്തം പറഞ്ഞു കൊടുത്ത് ഈ കാണുന്ന വസ്തുവിലെല്ലാം ഉള്ളത് ഒരേ ബ്രഹ്മം തന്നെയാണ് എന്ന് പഠിപ്പിച്ച ആ മഹാത്മാവ് ജനിച്ചത് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാനുള്ള വിഷയമാണ്.
വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ സാക്ഷാത്കാരത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികളായിക്കോട്ടെ, അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളായിക്കോട്ടെ, അതിൻ്റെയൊക്കെ മഹത്വം ഇന്നും നമ്മുടെ പുതിയ തലമുറയും നമ്മളും ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ശങ്കര ഭഗവത്പാദരാണ്. ഗോവിന്ദാഷ്ടകം എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ട കൃതി അദ്ദേഹം ഭഗവാന് വേണ്ടി എഴുതിയതാണ് എന്നാണ് സങ്കല്പം. മൂകാംബിക അമ്മയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം നമുക്കറിയാം. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം നമുക്കറിയാം. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം നമുക്കറിയാം. കാടാമ്പുഴ ക്ഷേത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം നമുക്കറിയാം. ഇങ്ങനെ ശങ്കര ഭഗവത്പാദരുടെ കയ്യൊപ്പില്ലാത്ത ഒന്നും തന്നെ ഇന്ന് നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ ബാക്കിയായിട്ടില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ശങ്കര ഭഗവത്പാദരുടെ സന്യാസ കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് ഈ കഥയുടെ ഇതിവൃത്തം. അദ്ദേഹം ഗുരുകുല സമ്പ്രദായത്തിൽ വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ ബ്രഹ്മചാരി കുട്ടികളൊക്കെ ഭിക്ഷാന്തേഹികളായിട്ട് ഗ്രാമങ്ങളിൽ സഞ്ചരിക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന ദക്ഷിണ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണമാണ് അവർ ഗുരുവിനും ഒപ്പം സ്വയം ഭുജിക്കാനുമായിട്ട് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ അക്കാലത്ത് ഗോവിന്ദ ഭഗവത്പാദരുടെ ശിഷ്യനായിരുന്ന ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹം ഓരോരോ ഗ്രാമങ്ങളിൽ ചെന്ന് ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പല ദിക്കിലും പോയി പല വസ്തുക്കളും അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ അവസാനം അദ്ദേഹം അന്നേ ദിവസം ചെന്നെത്തിയത് ഒരു ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലുള്ള ഒരു ഇല്ലത്തായിരുന്നു. ആ സമയത്ത് ആ ഇല്ലത്ത് അവിടുത്തെ ഒരു ആത്തേരമ്മ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു സ്ത്രീ മാത്രം. അവർ ഭഗവത്പാദരെ കണ്ട ഉടനെ തന്നെ സാഷ്ടാംഗം നമസ്കരിച്ചു. ആ ബ്രഹ്മചാരി ഭാവത്തിൽ നിൽക്കുന്ന ശങ്കരൻ്റെ പാതാരവിന്ദങ്ങളെ അവർ നെഞ്ചോട് ചേർത്തു. അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഈ ഭൂമി ധന്യമായി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങേക്ക് ഇവിടേക്ക് വരാൻ തോന്നിയതിലുള്ള നന്ദി അദ്ദേഹത്തെ അറിയിച്ചു. ഇങ്ങനെ പലതരത്തിൽ ശങ്കര ഭഗവത്പാദരെ ആ ആത്തേരമ്മ സ്തുതിച്ചു. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഭഗവത്പാദർ പറഞ്ഞു, ഞാൻ ഭിക്ഷാന്തേഹിയായിട്ട് വന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാനോ അല്ലെങ്കിൽ വസ്ത്രമായിട്ടോ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകായിരുന്നു. അപ്പം എന്താണോ ഇവിടെ ഉള്ളത് അത് തന്നാലും എന്ന് പറഞ്ഞ ഉടനെ ഈ പാവ അമ്മയുടെ മുഖം മുഴുവനായിട്ട് മാറുന്നത് അദ്ദേഹം കണ്ടു. എങ്കിലും ആ ഈറനണിഞ്ഞ കണ്ണുകളോടുകൂടി അദ്ദേഹത്തെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. അവിടെ പകുതി പൊട്ടിയ ഒരു കട്ടിലുണ്ടായിരുന്നു, പഴയ ഒരു കട്ടിൽ. അതിൻ്റെ മുകളിൽ വൃത്തിയുള്ള ഒരു തുണിയൊക്കെ വിരിച്ച് അദ്ദേഹത്തെ അവിടെ ഇരുത്തി. അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ തീർത്ഥം കൊണ്ട് കഴുകി ആ തീർത്ഥത്തെ ശിരസിൽ ധരിച്ചു. ഇത്രയും കഴിഞ്ഞതിന് ശേഷം അവർ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ നിന്ന് വിറയ്ക്കുന്ന കൈകളുമായിട്ടാണ് ആ പാവം സ്ത്രീ ഭഗവത്പാദരുടെ അടുത്തേക്ക് വന്നത്. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു നെല്ലിക്ക. അതിന് കുറച്ചൊക്കെ ഉണക്കം വന്നിട്ടുണ്ടെന്നാണ്, കുറച്ച് പഴകിയിട്ടുണ്ടത്. ഈ നെല്ലിക്ക മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അവരത് ഭഗവത്പാദരുടെ തൃക്കൈകളിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങേപ്പോലുള്ളൊരു മഹാത്മാവിനെ അങ്ങ് അർഹിക്കുന്ന തരത്തിൽ സൽക്കരിക്കാനുള്ള ഒന്നും തന്നെ ഇവിടെ ഇല്ല. എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഈ ഒരു നെല്ലിക്കയാണ്. ഇത് ഞാൻ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇതിലെൻ്റെ ഭക്തിയുണ്ട്, ഇതിലെൻ്റെ സമർപ്പണമുണ്ട്. പൂർണ്ണ മനസ്സോടു കൂടിയിട്ടാണ് ഞാൻ അങ്ങേക്ക് ഇത് തരുന്നത്. അതുകൊണ്ട് ഇത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അവർ പൊട്ടി അങ്ങോട്ട് കരയാൻ തുടങ്ങിയതാണ്. കാരണം ദാരിദ്ര്യം എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയുടെ പരകോടിയിലാണ് അവർ ജീവിക്കുന്നത്. ഒന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ എത്രയോ ദിവസങ്ങളായി. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു മഹാത്മാവ് കൂടി വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള വിഷമം തങ്ങൾ പട്ടിണിക്കിരുന്നാലും കുഴപ്പമില്ല, ഒരു സാധു, ഒരു ബ്രാഹ്മണൻ, ഒരു ബ്രഹ്മചാരി കുട്ടി, ആ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നമുക്കൊന്നും അതിന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു ആ ആത്തേരമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ആ അമ്മയുടെ വിഷമം കണ്ട് ഭഗവത്പാദർ ആ നെല്ലിക്ക മാറോട് ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുപോലും ചിലപ്പോൾ നിറഞ്ഞിട്ടുണ്ടാവാം ആ ഭക്തി കണ്ട്, ആ സമർപ്പണം കണ്ട്. അവിടെ വെച്ച് അദ്ദേഹം മഹാലക്ഷ്മി ഭഗവതിയെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഒരു കീർത്തനം ചൊല്ലി എന്നാണ്. ആ കീർത്തനത്തിൻ്റെ പേരാണ് ലോകപ്രശസ്തമായിട്ട് ഇന്ന് ഒരുപാട് പേര് മഹാലക്ഷ്മിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കനകധാര സ്തോത്രം എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു കൃതി അവിടെ വെച്ച് അദ്ദേഹം ചൊല്ലി എന്നാണ്. ഭഗവത്പാദർ കനകധാരാ സ്തോത്രം ചൊല്ലി മുഴുമിച്ചില്ല. അപ്പോഴേക്കും ആകാശത്ത് നിന്ന് ഈ നെല്ലിക്കയുടെ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രതിരൂപങ്ങൾ ആ പറമ്പിലേക്ക് വർഷിച്ചു, ആ മുറ്റത്തേക്ക് വർഷിച്ചു എന്നാണ്. ആ വീട് മുഴുവൻ സ്വർണത്തിൻ്റെ നെല്ലിക്ക കൊണ്ട് നിറഞ്ഞു. ഭഗവത്പാദർക്ക് ആ ഭക്തയിലുണ്ടായിട്ടുള്ള കൃപ, ആ ഭക്തയുടെ സമർപ്പണത്തിന് അദ്ദേഹം കൊടുത്ത പാരിതോഷികമായിരുന്നു അത് എന്നാണ് സങ്കല്പം.
അതോടുകൂടി അവരുടെ ദാരിദ്ര്യം മാറുകയും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവത്പാദർ തൻ്റെ ഗുരുകുലത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഈ കഥയുടെ സാരാംശം, ഇത് നടന്നത് ഒരു അക്ഷയ തൃതീയ ദിവസത്തിലാണ് എന്നാണ് പറയുക. അക്ഷയ തൃതീയ ഇന്ന് പൊതുവിൽ സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് എന്നുള്ള തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ആധ്യാത്മികതയൊക്കെ ഒരു ദിവസമായിട്ട് വേണം അതിനെ കാണാൻ. ഒപ്പം കനകധാരാ സ്തോത്രത്തെയും. പല ആളുകളുടെയും ധാരണ ഇത് ഒരുപാട് ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർണം കിട്ടും എന്നാണ്. സ്വർണത്തേക്കാൾ വലുത് തരാൻ സാധിക്കുന്ന ഒന്നാണ് കനകധാരാ സ്തോത്രം. അതുകൊണ്ട് മഹാലക്ഷ്മി ഭഗവതിയെ പ്രകീർത്തിച്ചുകൊണ്ട് സാക്ഷാൽ ശങ്കര ഭഗവത്പാദർ എഴുതിയിട്ടുള്ള കനകധാരാ സ്തോത്രം നിത്യജപത്തിൻ്റെ ഭാഗമാക്കുന്ന എല്ലാവർക്കും ഐശ്വര്യപ്രദായകമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ എല്ലാവർക്കും ഐശ്വര്യമുള്ള ഒരു ഓണക്കാലം ആശംസിക്കുന്നു. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇന്ന് വ്യാഴാഴ്ച, വിഷ്ണുപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ എന്ന മന്ത്രത്തോടുകൂടി ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൗദ്രഭാവത്തിലുള്ള ക്ഷേത്രം ഭാരതത്തിൽ അത്യപൂർവമാണ്. അങ്ങനെയൊരു ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിലുണ്ട്. നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേരൂർക്കട പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണത്. സോമതാരകം പൂക്കുന്ന സന്ധ്യയിൽ ശ്യാമമാധവ ഗീതകം പാടുവാൻ, കൃഷ്ണദർശന സൗഭഗം നേടുവാൻ, ഇഷ്ടദൈവമേ കൃഷ്ണ തുണയ്ക്കണേ. സോമതാരകം പൂക്കുന്ന സന്ധ്യയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് 8 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറിയാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പേരൂർ ശ്രീകൃഷ്ണസ്വാമിയുടെ ചൈതന്യ സാന്നിധ്യം കൊണ്ടാണ് ഈ പ്രദേശത്തിന് പേരൂർക്കട എന്ന സ്ഥലനാമം ലഭിച്ചതെന്നും പറയപ്പെടുന്നു. നാലമ്പലം, നമസ്കാര മണ്ഡപം തുടങ്ങി കേരളീയ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി. പുരാണങ്ങളിലും മറ്റും പ്രതിപാദിക്കുന്ന സംഭവങ്ങളെ ശില്പങ്ങളിലൂടെയും മറ്റും ക്ഷേത്രത്തിനുള്ളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നടന്നു കാണാൻ ഏറെയുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളും വിഗ്രഹങ്ങളായി കൊത്തിവച്ചിട്ടുണ്ട്. പാർത്ഥസാരഥി സങ്കല്പമാണ് ഇവിടെ ഭഗവാന്. അതുകൊണ്ട് തന്നെ തെക്കൻ തിരുവിതാംകൂറിലെ ഗുരുവായൂർ എന്നും പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നു. പഴമക്കാർ പേരത്തികോവിൽ എന്നും വിളിച്ചിരുന്നു. ദക്ഷിണ ഗുരുവായൂർ പുരേശ എന്നക്ഷയിൽ വന്നു വാഴ്ക നീ സന്തതം, അക്ഷയിൽ വന്നു വാഴ്ക നീ സന്തതം. ദേവനാരായണ കൃഷ്ണനാരായണ, ദേവനാരായണ കൃഷ്ണനാരായണ, ദേവനാരായണ കൃഷ്ണനാരായണ, ദേവനാരായണ കൃഷ്ണനാരായണ, ദേവനാരായണ കൃഷ്ണനാരായണ. പ്രധാന മൂർത്തി ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ്. ചതുർബാഹുവായ ഭഗവാൻ സുദർശന ചക്രം ധരിച്ച് രൗദ്രഭാവത്തിലുമാണ്. ധൃതി വച്ച് ഭഗവാനെ വണങ്ങുകയോ പ്രദക്ഷിണം ചെയ്യുകയോ അരുതെന്ന ചിട്ട ഇവിടെ എത്തുന്ന ഭക്തർ പാലിച്ചു പോരുന്നു. ഭഗവാൻ എല്ലാവരെയും പരീക്ഷിക്കുന്ന, അതായത് കൃഷ്ണ എന്ന് പറയുന്നതിന് കൃ എന്ന് തന്നെ നമ്മളെ ആകർഷിക്കുക, കൃഷ്ണ എന്ന് പറയുമ്പോൾ ആനന്ദ തരിക. നമ്മളെ ആകർഷിക്കുമ്പോൾ തന്നെ പല അനുഭവങ്ങളും ഓരോരുത്തർക്കും കൊടുത്തു എന്നാണ് എൻ്റെ പല ആൾക്കാർക്കും അത് ഉണ്ടായിട്ടുമുണ്ട് ആ അനുഭവം. ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലും ഭക്തരുടെ കൂട്ടായ്മയിലുമാണ് നടന്നുവരുന്നത്. പേരൂർ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുന്നതിലൂടെ ജീവിതത്തിൽ സൗഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. കണ്ണിലോ
വൃത്താകൃതിയിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ശ്രീകോവിൽ. മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിന്റെ മച്ച് ദാരുനിർമ്മിതമാണ്. ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് കിഴക്ക് ദർശനമായി ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹം, കന്നിമൂലയിൽ ഭഗവതിയും, ശ്രീകോവിലിന് പുറത്ത് ചുറ്റുമതിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി ശ്രീ മുരുകനും, കന്നിക്കോണിൽ ഗണപതിയും, അതിനു പുറകിലായി നാഗരാജ നാഗയക്ഷിയും ഉപദേവതകളായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നു. സ്വർണ്ണ കൊടിമരവും നാഗവിളക്കുകളും ക്ഷേത്രത്തിലെത്തുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഗണപതി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് തൊട്ടു വടക്കുഭാഗത്ത് ആൽത്തറയുണ്ട്. മാടസ്വാമിയും യക്ഷിയമ്മയുമാണ് അവിടുത്തെ പ്രതിഷ്ഠകൾ. തിരുവനന്തപുരം നഗരത്തിൽ നവഗ്രഹ പ്രതിഷ്ഠകളുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. സഹ്യഗിരി നിരനിറുകയിലരുണിമയാർന്നു സിന്ദൂരം ചാർത്തി തിരുവാഭരണമണി. നെടുമങ്ങാട് പേരകത്താഴി രാജകുടുംബമാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതെന്നും അങ്ങനെയാണ് പേരൂർ എന്ന നാമം ലഭിച്ചതെന്നും ഒരു വിശ്വാസമുണ്ട്. വനമായിരുന്ന ഈ സ്ഥലത്ത് വനദുർഗയായിരുന്നു പൂജിച്ചിരുന്നത്. ദുർമന്ത്രവാദങ്ങൾ കൊണ്ട് വനദുർഗയ്ക്ക് കാലക്രമേണ രൗദ്രഭാവം വന്നു ചേർന്നു. ഒടുവിൽ കുമരകം മഠം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടന്ന പ്രശ്നവിധിയിൽ ദുർമന്ത്രവാദത്തിന്റെ ദോഷമകറ്റാൻ രൗദ്രഭാവത്തിലുള്ള വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കണമെന്ന് തെളിഞ്ഞു. വിഗ്രഹത്തിലുള്ള നിർമ്മാണം പലപ്പോഴും തടസ്സപ്പെടുന്നതിനിടെ രാജാവിന് സ്വപ്നദർശനമുണ്ടായി. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി ഭഗവാന്റെ വിഗ്രഹം തയ്യാറായിട്ടുണ്ടെന്നും അതിവിടെ പ്രതിഷ്ഠിക്കണം എന്നുമായിരുന്നു സ്വപ്നം. അവിടെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ തയ്യാറാക്കിയ വിഗ്രഹം ക്ഷേത്രം നിർമ്മിക്കുന്നതിലെ കാലതാമസം കൊണ്ട് മാറ്റിവച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഭാരതത്തിൽ തന്നെ അത്യപൂർവമായ രൗദ്രഭാവത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത്. അതോടെ വനദുർഗ ശാന്തസ്വരൂപിണിയായി എന്നാണ് സങ്കല്പം. കൃഷ്ണ 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 സഹ്യഗിരി നിരനിറുകയിലരുണിമയാർന്നു സിന്ദൂരം ചാർത്തി തിരുവാഭരണമണിഞ്ഞ ഭഗവൻ സ്വർണ്ണരഥ. മറ്റൊരു ഐതിഹ്യം തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. മാർത്താണ്ഡവർമ്മയുടെ നാശത്തിനായി എട്ടുവീട്ടിൽ പിള്ളമാർ ഉഗ്രമൂർത്തിയായ മണ്ണടി ദേവിയെ ഇവിടെ ആവാഹിച്ച് ദുർമന്ത്രവാദം നടത്തി. ഈ വിവരം രാജാവ് അറിഞ്ഞു. ആഭിചാരക്രിയയിൽ നിന്ന് പരിഹാരമായി മാർത്താണ്ഡവർമ്മ പേരൂരിലെത്തി ശുദ്ധീകരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ദുർഗാദേവിയുടെയും പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിച്ചു പോരുന്നു. കുരുക്ഷേത്ര യുദ്ധസമയത്ത് ദർശനം നൽകിയ വിശ്വരൂപ ഭാവത്തിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. പിൽക്കാലത്ത് മഹാവിഷ്ണുവിന്റെ രൗദ്രഭാവം കുറയ്ക്കാനായി ദക്ഷിണാമൂർത്തിയെ ശ്രീകോവിലിനരികെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. നടനമാടു കണ്ണ നടനമാടു ഹൃദയമാം വേദിയിൽ നടനമാടു നടനമാടു കണ്ണ നടനമാടു ഹൃദയമാം വേദിയിൽ നടനമാടു കാൽത്തളിരിൽ മണിച്ചിലങ്കയുമായി കാൽത്തളിരിൽ മണിച്ചിലങ്കയുമായി നടനമാടു കണ്ണ നടനമാടു ഹൃദയമാം വേദിയിൽ നടനമാടു നടനമാടു കണ്ണ നടനമാടു ഹൃദയമാം വേദി. ഭക്തരുടെയും രാജാധികാരികളുടെയും അവഗണന കാരണം ഏറെക്കാലം പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്നു. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു വിളിപ്പാട് മാത്രം അകലമുള്ള ഈ ക്ഷേത്രം ഒടുവിൽ ജീർണോദ്ധാരണം നടത്തിയത് 1885 ഭരണമേറ്റെടുത്ത ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ്. രാജാവിന് ലഭിച്ച ഒരു സ്വപ്ന ദർശനത്തെ തുടർന്നാണ് അദ്ദേഹം ക്ഷേത്രത്തെ പുനരുദ്ധരിപ്പിച്ചത്. അതോടെ രാജ്യത്തിന്റെ സംഭവിച്ചുകൊണ്ടിരുന്ന ചില അനിഷ്ടങ്ങൾ മാറിക്കിട്ടി എന്നാണ് വിശ്വാസം. ഇതിനുശേഷം മുടങ്ങാതെ മഹാരാജാവ് കുടുംബസമേതം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി ഭഗവാനെ വണങ്ങുന്ന പതിവുണ്ടായിരുന്നു. ക്ഷേത്രവുമായുള്ള ആത്മീയ ബന്ധം കൊട്ടാരത്തിലെ പിന്മുറക്കാർ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. വൈഷ്ണവ പൂജകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്
ദിവസവും 5 പൂജകൾ ഇവിടെ നടത്തിവരുന്നു. നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ. മീനമാസത്തിലെ രോഹിണി ആറാട്ടായി 10 ദിവസം ഉത്സവം നടത്തിവരുന്നു. ആറാട്ട് ശാസ്തമംഗലം ക്ഷേത്രത്തിന് മുന്നിൽ കിള്ളിയാറിലാണ് നടക്കുന്നത്. ചിങ്ങമാസത്തിലെ ശ്രീകൃഷ്ണ ജയന്തിയും സമുചിതം ആഘോഷിച്ചു വരുന്നു. പേരൂർ ക്ഷേത്രത്തിൽ വാണരുളുന്ന ഭഗവാൻ ക്ഷിപ്രകോപി എന്നാണ് സങ്കല്പം. അതേസമയം ക്ഷിപ്രപ്രസാദിയുമാണ്. ഭക്തരുടെ പ്രാർത്ഥനാ നിവേദ്യങ്ങൾക്ക് വരപ്രസാദം നൽകി ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു. ഒപ്പം ജീവിത പ്രതിസന്ധികളിൽ പതറി നിൽക്കുന്നവരുടെ മുന്നിൽ പാർത്ഥസാരഥിയായി എത്തി ഭക്തരെ മുക്തിമാർഗത്തിലേക്കും ഭഗവാൻ നയിക്കുന്നു. ദേവനാരായണ കൃഷ്ണ നാരായണ 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 ദേവനാരായണ കൃഷ്ണ നാരായണ. സാധാരണ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ചിത്തഭ്രമം ബാധിച്ച ഒരു മനുഷ്യനും ഒരേ കാഴ്ചകൾ കാണുകയും ഒരേ ശബ്ദങ്ങൾ കേൾക്കുകയും ഒരേ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ. എന്നാൽ 2 പേരിൽ നിന്നുമുണ്ടാകുന്ന പ്രതികരണം 2 തരത്തിലായിരിക്കും. ഇത് എന്താണ് തെളിയിക്കുന്നത്? തലച്ചോർ ശരിയല്ലെങ്കിൽ 5 ഇന്ദ്രിയങ്ങളും ഗുണരഹിതമായി തീരുന്നു എന്നതാണ്. അതായത് ഒരു വസ്തുവിൻ്റെ പ്രാധാന്യം അത് ശരിയായ രീതിയിൽ ശരിയായ സ്ഥാനത്ത് ശരിയായ വസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മാത്രമാണ്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.